നമസ്കാരം. ക്രിസ്തുമസിനോട് ചേർത്ത് വയ്ക്കാവുന്ന ബാല്യകാലത്തിലെ അനുഭവങ്ങൾ, ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഏറെയുണ്ടെങ്കിലും ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ചുരുങ്ങിയ അധ്യാപന ജീവിത കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 15-16 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ വർഷം ഞങ്ങൾ കുട്ടികളെല്ലാം ചേർത്ത് ഒരു അനാഥാലയത്തിലാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ എത്തിയത്. കുട്ടികൾ അവിടെ എത്തിയപ്പോഴേക്കും തന്നെ കൃപ അലങ്കരിക്കുകയും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അവിടുത്തെ അന്ത്യവാസികളും ഞങ്ങളോടൊപ്പം കൂടി. എല്ലാവരും വലിയ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാം ആരംഭിച്ചു. 1-2 പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു, അടുത്തതായി ഇവിടുത്തെ അന്തേവാസിയായ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ഡാൻസാണ്. ഞങ്ങളെല്ലാവരും തന്നെ ഉണ്ണിക്കുട്ടൻ്റെ ഡാൻസ് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് പറഞ്ഞു തീരും മുമ്പേ തന്നെ അച്ഛൻ ഉണ്ണിക്കുട്ടനെ എടുത്തുകൊണ്ട് ആ സ്റ്റേജിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടുവച്ചു. അത് കണ്ടപ്പോൾ കാണികളായ ഞങ്ങളുടെ മനസ്സെല്ലാം കണ്ടപ്പോൾ തന്നെ വളരെ ഒരു അമ്പരപ്പായി. കാരണം അച്ഛൻ കൊണ്ടുവച്ച ഈ ഉണ്ണിക്കുട്ടനെ, ഏതാണ്ട് ഒരു 5-6 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഉണ്ണിക്കുട്ടനെ 2 കൈയും 2 കാലും ഇല്ല. ഇതൊന്നും അവൻ, ഈ കുറവുകളൊന്നും തന്നെ അവൻ കണക്കാക്കാതെ വളരെ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി അവൻ ഉടലുകൾ ഇളക്കിക്കൊണ്ട് ഡാൻസ് ആരംഭിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു അത്ഭുതമോ എന്തോ എന്ന് തോന്നുകയാണ്. എന്തു തന്നെയായാലും ഡാൻസ് ഇങ്ങനെ ഉടലൊക്കെ ഇളക്കിക്കൊണ്ട് ഡാൻസ് മുമ്പോട്ട് പോവുകയാണ്, അവൻ്റെ ആ കുറവുകളൊന്നും തന്നെ അറിയിക്കാതെ. പക്ഷെ ഇവിടെയെല്ലാം കഴിഞ്ഞപ്പോൾ ആ പാട്ടാണ്, ഉണ്ണിക്കുട്ടൻ്റെ ഡാൻസിൻ്റെ പാട്ടാണ് ഞങ്ങളെല്ലാം ഏറെ ആകർഷിച്ചത്, സ്പർശിച്ചത്. പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: കണ്ണ് തന്ന ദൈവത്തിന് നന്ദി, കാത് തന്ന ദൈവത്തിന് നന്ദി. അതായത് കുറവുകളൊന്നും തന്നെ അറിയിക്കാതെ അവൻ ആ ഡാൻസ് മുൻപോട്ട് പോകുമ്പോഴും ദൈവത്തോട് നന്ദി പറയുവാനാണ് ആ കുട്ടി അവിടെ ശ്രമിക്കുന്നത്. ഇത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു വല്ലാത്തൊരു വിങ്ങലും നൊമ്പരവും ഒക്കെ ഉണ്ടാവുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ പല വാശികളും പിടിക്കുമ്പോഴെല്ലാം അത് സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ നാം പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കുട്ടിയുടെ അനുഭവം, ആ ക്രിസ്തുമസ് ട്രീയുടെ ക്രിസ്തുമസിനോട് ചേർത്ത് വെക്കാവുന്ന ആ ഒരു അനുഭവം, ആ ക്രിസ്തുമസ് ട്രീയും ക്രിസ്തുമസ് ക്രിബും ഒക്കെ അലങ്കരിച്ച് അതിൻ്റെ നടുവിൽ വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലെ ഉണ്ണീശോയുടെ മുഖത്തെ ഒരു ചൈതന്യം, ഉണ്ണിക്കുട്ടൻ്റെ മുഖത്തെ ചൈതന്യത്തോട് രൂപപ്പെടുത്താവുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത്? പാപത്തിൽ ആണ്ടുപോയിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം പല ശ്രമങ്ങളും നടത്തി മുഷിഞ്ഞപ്പോഴും അവസാനം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ആ പാപികളായ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത്. അതിൻ്റെ ഓർമ്മയായിട്ടാണ് നാം ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. പല കുറവുകൾക്കിടയിലും നാം പരാതി ദൈവത്തോട് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും കുറവുകൾ ഉണ്ടായിട്ട് പോലും ഒരു പരാതിയും പറയാതെ ദൈവത്തോട് നന്ദി പറയുന്ന ആ ഒരു ഹൃദയമുള്ള ഈ കുഞ്ഞിൻ്റെ ഒരു കഥ നമുക്ക് ഈ ക്രിസ്തുമസ് അനുഭവവുമായി യാഥാർത്ഥ്യമായി തോന്നും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവുകളെല്ലാം നികത്താൻ കഴിവുള്ള ഒരു ദൈവസന്നിധി നമുക്കുണ്ട് എന്ന ഒരു വിശ്വാസത്തോടു കൂടി അവനോട് നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് ശ്രമിക്കാം. ഈ ക്രിസ്തുമസ് അതിനായിട്ട് എല്ലാവർക്കും സഹായമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മെറി ക്രിസ്മസ്.